സഹോദരിമാര് പറയും, സിറാജ് ഉസ്താദേ ഒരു ചരിത്രം പോലും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞില്ലല്ലോ. എന്റെ കരുനാഗപ്പള്ളിയുടെ പരിസര പ്രദേശത്തിലുള്ള പെങ്ങന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 25ാമത്തെ വയസ്സിൽ ലോകത്തിന്റെ നേതാവ് വിവാഹം കഴിച്ചു. ഖദീജാന് 40 വയസ്സായിരുന്നു. അവരുടെ കുടുംബജീവിതം 25 കൊല്ലമായിരുന്നു. 65ാമത്തെ വയസ്സിൽ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണമെടുത്തപ്പോ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ചിട്ട് വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അതാ ലോകത്തിന്റെ നേതാവ് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് തലവെച്ച് കിടന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ, എന്തേ ഖദീജ, എന്തൊരു പ്രകാശമാണ് നബിയേ, 25 കൊല്ലമായിട്ട് കാണുന്നതല്ലേ ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖദീജ പോകുകയാ. 25 കൊല്ലത്തിന്റെ ഇടയിൽ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ. ഭർത്താവിരുന്ന് കരയുകയാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ പൊരുത്തം ചോദിച്ചപ്പോ റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാ. താടിയിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ തേങ്ങുകയാണ്. എന്തേ നബിയേ, ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ, എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ, എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകുകയാണോ ഖദീജ? പറയാനൊരു പരാതിയുമില്ലോ. 25 വർഷത്തിന്റെ ഇടയിൽ നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയുമില്ല. അള്ളാന്റെ റസൂല് കിടന്ന് കരയുകയാ. ഖദീജ ബീബി ചാടി എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കുകയാ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുന്നു, നബിയേ എനിക്ക് 3 ആഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാൻ 3 വസിയത്തുണ്ട്. എന്തേ ഖദീജ? നബിയേ എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ മോഹവാവുമ്മ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാ. ആ പൊതിയുന്ന സമയത്ത് അങ്ങ് പുതയ്ക്കുന്ന പുതപ്പ് എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. അങ്ങയുടെ വാസന എനിക്ക് വേണം നബിയേ. എന്റെ കഫൻ തുണിക്കകത്ത് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന പുതപ്പന്റെ കബറിന്റെ അകത്ത് വേണം നബിയേ. മൂന്നാമതായിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പച്ച മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളോ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് ഖദീജ ബീബി യാത്രയാവുകയാ. അവിടത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. അവിടുന്ന് കഫൻ പൊതിയാ സമയമാകുമ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്ത് ചുംബനം കൊടുത്തിട്ട് ഖദീജയുടെ കഫൻ തുണിക്കകത്ത് വെക്കുകയാ. അവസാനം നമസ്കാരം കഴിഞ്ഞു. 6 മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെക്കുകയാണ്. മയ്യത്തിറക്കി വെച്ചു. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. 25 കൊല്ലം താങ്ങമ തണലുമായി നിന്ന ഖദീജയങ്ങ് പോകുമ്പോ അവിടത്തെ മയ്യത്ത് കബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് റസൂലുള്ളാഹി കരയുകയാ. വാപ്പാ. അവസാന കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു.
കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. പാവപ്പെട്ട പെമ്മക്കൾക്ക് കഴിവിന്റെ പരമാവധി സദക്ക കൊടുക്കുന്നവരെ പെങ്ങളെ പലരും ചോദിക്കും, നിനക്ക് പ്രാന്താണോടി? വയലിന്റെ സദസ്സിൽ പോയിട്ട് ശരീരത്ത് കിടക്കുന്ന സ്വർണം ഊരിക്കൊടുക്കാൻ നിനക്ക് പ്രാന്താടോ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം ഉമ്മാ, വയലിന്റെ സദസ്സിൽ വന്നിട്ട് സ്വർണം ഊരിയിട്ട് പാവങ്ങൾക്കും മദ്രസകൾക്കും പള്ളികൾക്കും കോളേജുകൾക്കും ഊരിക്കൊടുക്കുന്ന എന്റെ ഉമ്മമാർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണ്ടേ? ഈ കരുനാഗപ്പള്ളിയിൽ എത്രയോ മക്ബറകളുണ്ട്. അല്ലാഹുവേ, മണ്ണ് തിന്നാതെ എത്രയോ മഹാന്മാര് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? അൽഫലാഹിന്റെ മക്കൾ കഷ്ടപ്പെട്ട് പാവപ്പെട്ട പെമ്മക്കൾക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോ അല്ലാഹു അവർക്കും നിങ്ങൾക്കും തരുന്ന പ്രതിഫലമാണ്. ഖദീജ ബീവിയുടെ ജനാസ ഖബറിന്റെ അകത്തിറക്കി വെച്ചു. കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ ഇപ്പോഴും കബളിന്റെ താഴെ വെക്കുമല്ലോ. പെറ്റ ഉമ്മാന്റെ കബളിന്റെ താഴെ, വാപ്പാന്റെ കബളിന്റെ താഴെ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. വാപ്പാ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, നിങ്ങൾ അവിടേക്ക് തന്നെ മടക്കി. ഞാനുമുണ്ട് വാപ്പാ, ഞാനും ഇങ്ങോട്ട് തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി കബളിന്റെ താഴെ വെക്കുവല്ലോ. ഖദീജ ബീവിയുടെ കബളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് റസൂലുള്ള തലതിരിച്ച് വെച്ചു. മണ്ണ് തൊടുന്നില്ല വാപ്പാ. ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടുന്നില്ല പെങ്ങളെ. പിന്നെയും വെച്ച് തൊടുന്നില്ല, മൂന്നാമതും വെച്ച് തൊടുന്നില്ല. എന്തേ സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ഖബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വേണ്ട നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ. കാരണം എന്തെന്നറിയുമോ? ഹുബൈലിന്റെ മകളെ ഖദീജ കോടീശ്വരിയായിരുന്നു. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളോ, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തവളോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സദക്ക ചെയ്തവളാണ് ഖദീജ. സദക്ക ചെയ്ത ഖദീജാന്റെ മണ്ണ് തൊടൂല നബിയേ. ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഈ നാട്ടിലെ പാവപ്പെട്ട പെമ്മക്കൾക്ക് അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പമെങ്കിലും നിങ്ങൾ കൊടുത്ത് സഹായിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനവും വഫാത്തും ഇതേ റബീഉൽ അവ്വലിലാ. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്കാത്തതെന്ത്? മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ട് മരിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ പറയുമ്പോ മരിക്കുന്നതിന്റെ തലേ ദിവസം രോഗം പിടിച്ച് വീടിന്റെ അകത്ത് ബോധമില്ലാതെ കിടന്ന പ്രവാചകന് റബീഉൽ അവ്വൽ 11 ബോധം തിരിച്ചു വന്നപ്പോ ആയിഷ ആയിഷ എന്ന് പറഞ്ഞ് തന്റെ ഭാര്യ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, വീടിന്റെ അകത്ത് ഇന്ന സ്ഥലത്ത് 6-7 ദിർഹമുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ, എടുത്തുകൊണ്ടുവാ ആയിഷ. കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവ് കടന്ന് കരയുകയാ. എന്തേ നബിയെ കരയുന്നത്? ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂലല്ലോ ആയിഷ. അതുകൊണ്ട് കണ്ണടയുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്ക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദക്ക കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ? എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ, വല്ലാതെ വേദനിക്കുന്നു അസ്റായീൽ. മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്,
എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ. ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല, പക്ഷേ ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാളും മയമായി എനിക്ക് പിടിക്കാനറിയില്ല. വേദന സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂല് പോലും പറഞ്ഞുപോയി, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാ. ലോകത്തിന്റെ നേതാവ് പോലും പറഞ്ഞു പോയെങ്കിൽ വാപ്പാ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും മരണത്തെക്കുറിച്ച് എന്തേ ആലോചിക്കാത്തത്? എത്രയോ പേരുടെ മയ്യത്ത് കണ്ടിട്ടുണ്ട്, മുഖമെല്ലാം കറുത്ത്, കണ്ണ് തെള്ളിയിട്ട്, വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മരിക്കുന്ന സമയത്ത് മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ, മൃഗങ്ങൾ കിടന്ന് മുക്രയിടുന്നത് പോലെ വലിച്ചു വലിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി എത്ര മയ്യത്ത് കണ്ടു വാപ്പാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ പാവങ്ങൾക്ക് മുമ്പ്, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അടുത്ത വർഷത്തിന് മുമ്പ് കൊടുത്താ മതി. 3ാമത് വാർഷികത്തിനാണ്. അന്ന് നിങ്ങൾ ആരെങ്കിലും അല്ലാഹു ആയുസ് തന്നാ കൊടുത്താ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയത്ത് മലക്ക് ചോദിക്കും, എന്തിനാ വാപ്പാ കരയുന്നത്? എന്തിനാ മോളെ കരയുന്നത്? നീ പാവങ്ങളെ സഹായിച്ചവരല്ലേ, യതീമീങ്ങൾക്ക് തണലായവരല്ലേ, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണ് നീരൊപ്പിയവരല്ലേ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കാണണ്ടേ? വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. കണ്ടിട്ടില്ലേ? ഈ കരുനാഗപ്പള്ളിയുടെ പല പ്രദേശത്തും മയ്യത്ത് കാണാൻ പോയിട്ടുണ്ട്. ചിരിക്കുന്ന മുഖത്തോടെ മുഖം പ്രകാശിച്ച് അല്ലാഹുവേ കാണുമ്പോ കൊതി തോന്നാറില്ലേ വാപ്പാ? വെള്ളിയാഴ്ച ദിവസം എത്രയോ പേര് മരിക്കുന്നത് കാണുമ്പോ നിനക്കുമൊന്ന് തോന്നാറില്ലേ? അല്ലാഹുവേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണം എന്ന് ദുആ ചെയ്യാറില്ലേ? അതുകൊണ്ട് അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം നല്ല മരണമാ. മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കാണാനുള്ള ഭാഗ്യമോ. 2, പുഴുക്കാതെ മണ്ണ് തിന്നാതെ ചിതല് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടക്കാറുള്ള ഭാഗ്യമോ. 3, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കാറുള്ള ഭാഗ്യമോ. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, നീ ഇഷ്ടപ്പെട്ടവർക്കേ സദക്ക കൊടുക്കാൻ കഴിയൂ. അതിനുള്ള റബ്ബേ, അതിനുള്ള മനസ്സ് നീ ഇവർക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഇത്രയും കാലം ഭാര്യയ്ക്ക് ജീവിച്ചു, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിച്ചു. വാപ്പാ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചുകൂടെ? ഇന്ന് രാത്രി പോയാൽ നല്ലവനെ പോലെ പോകണ്ടേ? പോകുമ്പോ നിന്റെ അവസാനം മനോഹരമാക്കി പോകണ്ടേ? ഒരു നല്ലത് ചെയ്തിട്ട് നമുക്ക് പിരിയാ, ഒരു നല്ലത് ചെയ്തിട്ട് നമുക്ക് പിരിയാ. കരുണക്കടലായ അല്ലാഹ് ഒരാളോടും പറഞ്ഞു വെച്ചിട്ടില്ല, ഒരാളെയും നിർത്തിയിട്ടില്ല. റബ്ബേ നിന്നെ ഏൽപ്പിക്കുകയാ. ഒരു പാവപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടിയാണ്. കരുണക്കടലായ നാഥാ, ശരീരത്ത് കിടക്കുന്ന സ്വർണം ഒരു പെണ്ണൂരണമെങ്കിൽ അല്ലാഹുവേ, പെണ്ണിന് സ്വർണം വല്ലാത്ത ഇഷ്ടമോ. പക്ഷേ ഉസ്താദ്, സ്വർണത്തിനെക്കാളും വലുത് സ്വർഗമാ ഉസ്താദ്. പ്രസവ വേദന പോലും എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. എനിക്കെങ്ങനാ മരണവേദന? എങ്ങനെയോ റസൂലുള്ള കരഞ്ഞെങ്കിൽ ഈ പാവപ്പെട്ട എന്റെ മരണം എങ്ങനെയോ? ആ മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കാരാ. അല്ലാഹുവേ, ഇവർക്ക് നീ മനസ്സ് നൽകണേ അല്ലോ. ഈ സദസ്സതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രതിഫലം ഞാൻ പറഞ്ഞു, വല്ലാഹി ഞാൻ ആരെയും നിർത്തിയിട്ടില്ല. നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഞാൻ എന്തിനാ ഇത് ചോദിച്ചെന്നറിയോ? നാളെ അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അല്ല ചോദിക്കും, സിറാജെ, ഞാൻ ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കാൻ പറ്റൂ, ഞാൻ മനസ്സ് കൊടുത്താലേ കൊടുക്കാൻ പറ്റൂ.
എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് വെച്ചാൽ പറയാൻ എനിക്ക് മറുപടിയില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അള്ളാഹിനെ ഏൽപ്പിക്കാം. അള്ളാഹു തീരുമാനിക്കട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അടുത്ത വർഷം, ഇപ്പോഴല്ല, മാർച്ചിലല്ല, അടുത്ത ഇവരുടെ 3ാമത്തെ വാർഷികത്തിൽ ഈ നാട്ടിലെ ഒരു സാധുവായ മകൾക്ക് അവരുടെ കല്യാണത്തിന് ഇൻഷാ അള്ളാഹ് ഒരൽപ്പം സ്വർണം കൊടുക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. ഉസ്താദെ, എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് അള്ളാഹു ആയുസ് തന്ന ഞാൻ കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കായി സദസ്സിൽ ഇൻഷാ അള്ളാഹ്. എത്രടാ കൊടുക്കുന്നത്? എത്ര കൊടുക്കണം? 5 പവനോ 10 പവനോ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അള്ളാഹ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്നും ചോദിക്കില്ല, നിങ്ങളുടെ ഖിയാറ. ആരെങ്കിലും ഉണ്ടോ? ഒരു പവനോ 1/2 പവനോ? ഉസ്താദ് ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് തന്നാ കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്ക. ഒരു 3 സ്വലാത്ത് പറ ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അവിടെ ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ്. ഇത്ര നിങ്ങൾ എങ്ങനെ അരയാണോ ഒന്നാണ് എന്താ ഒന്ന് ചോദിക്കട്ടെ? പൈസ നിങ്ങൾ അൽഹംദുലില്ലാഹ്. നിങ്ങൾ അവിടെ ഒരാൾ കൈവക്കിയല്ലോ, 1/2 പവൻ. അൽഹംദുലില്ലാഹ്. 2 പേരും കൂടെ 1 പവൻ. കുലൂത്ത് കുബീർ. ഉറക്കെ കുലൂത്ത് കുബീർ. റഹ്മറഹീമായ ദയാലുവായ അല്ലാഹ്, കരുണക്കടലായ പടച്ചവനെ, ഈ 2 പേരുടെയും പേരെന്താണെന്ന് എനിക്കറിയില്ല. നീ തെരഞ്ഞെടുത്തവരാ തമ്പുരാനെ. കോടീശ്വരന്മാരല്ല, കൊടുക്കാൻ കഴിവുള്ളവർ ഈ സദസ്സിൽ നിൽക്കുമ്പോ അവരെ കൊണ്ട് കഴിയുന്നത് കൊടുത്തവരാ അല്ലാഹ്. ആ ഉയർത്തിയ കൈ മരിക്കുവോളം ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഇവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നീ ഇവർക്ക് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ നാഥാ. പടച്ചവനെ, ഇവരുടെ ജനാസ കാണുന്ന ഓരോ മനുഷ്യനും ഇവര് 2 പേരും മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. തക്ബീർ. 2 പേരായി ഇൻഷാ അല്ലാഹ് 1 പവൻ. ഇനി ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ്. ഒന്ന് കൈവക്കിക്കാൻ ഇൻഷാ അല്ലാഹ്. 1/2 പവന് 1 പവൻ. കുലൂ തക്ബീർ. നോക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നിന്നോട് പറഞ്ഞപ്പോ നീ തെരഞ്ഞെടുത്ത അടിമയാണ്. ആ മുഖത്ത് കണ്ട പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ആ സാധുവിനെ നീ കടക്കാരനാക്കി മരിപ്പിക്കല്ല അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്. ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കൾ ആ സാധുവിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഇന്ന് ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ നാഥാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. കുലൂത്ത് കുബീർ. കുലൂത്ത് കുബീർ. 2 ഇനി ആരെങ്കിലും ഉണ്ടോ? 1/2 പവനോ? നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഞാൻ നിർബന്ധിക്കൂല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ 2 ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. സദസ്സിൽ ഒരാൾ കൂടെ എനിക്ക് വേണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 2 പേരും കൂടെ ചേർന്ന് ഓരോ പവൻ. അൽഹംദുലില്ലാഹ്. 1/2 പവൻ 1/2 പവൻ. അപ്പൊ 1 കുലൂത്ത് കുബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പണക്കാരല്ല എങ്കിലും ഉസ്താദേ, പാവപ്പെട്ടവരെ കുട്ടിയെ കെട്ടിച്ചു വിടുന്നതിന്റെ പ്രയാസം ഞങ്ങൾക്കറിയാം ഉസ്താദേ. മരിക്കുന്ന സമയത്ത് റസൂലുള്ള കരഞ്ഞെങ്കിൽ ഈ പാവിയായ ഞങ്ങൾ എത്ര കരയും ഉസ്താദേ. ആ സമയത്തൊരൽപ്പം സമാധാനം കിട്ടണമെങ്കിൽ സ്വർഗം കണ്ടാലല്ലേ പറ്റൂ റബ്ബേ. സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ ഈ പാവങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയുള്ള മരണം കൊടുക്കണേ നാഥാ. ഇവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാന്. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. ഒരു മനുഷ്യൻ
മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത, പെറ്റ ഉമ്മ പോലും കണ്ട പരിചയം കാണിക്കാത്ത ആ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗമാരാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പറയുന്ന കാര്യങ്ങൾ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ എപ്പോഴും പറയും ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ. അന്നൊരു ഗർഭിണി എങ്ങാണം അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങള്, ആ വേദന പോലും അവൾ അറിയില്ല. പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന ദിവസവാ. അല്ലാഹുവേ, അന്ന് തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണ്. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കിടത്തി തരുവോ റബ്ബേ, ഞാൻ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ എന്ന മക്കള് പറയുന്ന ദിവസം സ്വന്തം ബാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാ വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാണ്. വലിയ ചങ്ങലയിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കാണുമ്പോ മക്കള് റബ്ബിനോട് പറയുന്നു, നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയ അല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് സ്വാർത്ഥരാകുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അല്ലാഹുവിനെ കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ വിചാരണയില്ലാതെ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കടന്നു വരുമ്പോ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് വാപ്പാ. എല്ലാം നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 3 മാസം പ്രായമായപ്പോ അല്ലാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം. അല്ലാഹുവേ, ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകൻ പറയുമ്പോ നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ. ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അല്ലാഹുവേ പരാതിയാട്. ഉസ്താദേ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ,
പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനോ അതാ പാപങ്ങളെ സഹായിക്കുന്നവനോ അല്ലാഹുവേ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാണ് എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ ചിലര് പറയാറുണ്ട് അല്ലാഹ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് എന്ന് പറയുന്ന സഹോദരാ പെങ്ങളെ ഒരിക്കലും നിന്റെ നാവ് കൊണ്ടങ്ങനെ പറയല്ലോ അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അല്ലാഹ് നിന്നെ വെറുപ്പായത് കൊണ്ടല്ല അല്ലാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിക്കുന്നത് അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹ് നിന്നോട് വെറുപ്പായത് കൊണ്ടല്ല പടച്ചവൻ നിനക്ക് വേദനകൾ തരുന്നത് നീ 5 നേരം നിസ്കരിക്കുന്നവനാ ഖുർആൻ ഓതുന്നവനാ കഴിവിന്റെ പരമാവധി സദഖ കൊടുക്കുന്നവനോ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനോ എന്നിട്ടും അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നെങ്കിൽ അത് വെറുപ്പുള്ളത് കൊണ്ടല്ലോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളു കുടിച്ചവന്മാരെയല്ലോ വ്യഭിചരിച്ചവരെയല്ലോ പലിശ തിന്നവരെയല്ലോ നിസ്കരിക്കാത്തവനെയല്ലോ കാഫിരീങ്ങളെയല്ലോ അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ അവരെയാണ് അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയോ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ തന്റെ വാപ്പാന്റെ മുഖം അല്ലാഹുവിന്റെ റസൂൽ കണ്ടില്ലല്ലോ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ അല്ലാഹുവേ താങ്ങും തണലുമായി നിന്നവര് ഓരോന്നായി ജീവിതത്തിൽ നിന്ന് വിട്ടു പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനമായിരുന്നല്ലോ 3 വർഷത്തോളം വൃക്ഷത്തിന്റെ ഇല പറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ് എന്ത് ദുരിതമായിരുന്നു എന്ത് പ്രയാസമായിരുന്നു അനുചരന്മാര് മുഴുവനും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ ഈ 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിക്കെട്ട് നടന്ന പ്രവാചകനോ തന്റെ വീടിന്റെ അകത്ത് കഴിക്കാ ഭക്ഷണമില്ലോ കുടിക്കാ വെള്ളമില്ലോ ധരിക്കാ വസ്ത്രമില്ലോ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു വഫാത്താകുമ്പോ തന്റെ പടയെങ്കിൽ പടയമായിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരാ അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് പടച്ച റബ്ബ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് സ്നേഹം കൂടിയത് കൊണ്ടാ അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാബാ ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ പക്ഷേ കയ്യിൽ അമലുകളില്ല ഒരുപാട് സൽക്കർമ്മങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക അല്ലാഹു ആ മനുഷ്യന് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് മാരക രോഗങ്ങൾ കൊടുത്തിട്ട് ക്യാൻസർ കൊടുത്തിട്ട് ട്യൂമർ കൊടുത്തിട്ട് കിഡ്നി തകർത്തിട്ട് അതാ ശരീരം തളർത്തിയിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ അല്ലാ എന്നിട്ടാ ശമിച്ചതിന് പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാ പരീക്ഷണമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 6 മക്കളെയല്ലേ കബറടക്കിയത് സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയെറിഞ്ഞ വാപ്പയാട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഒരുപാട് പരീക്ഷ
പ്രതീക്ഷിച്ചു. എല്ലാ സ്നേഹ കൂടുതൽ കൊണ്ടാ തിരിച്ചറിയാ കഴിയണം ബാപ്പോ, മനസ്സിലാക്കാ കഴിയണം പെങ്ങള്. പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ശത്രുക്കൾ എന്റെ പച്ചയിറച്ചി കരിച്ചു നബിയേ, തീക്കകത്തിട്ട് കത്തിച്ചിരിക്കുകയാണ്. പച്ചയിറച്ചി കരിഞ്ഞ ശരീരം കൊണ്ട് വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുവോ? നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ? ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. തലയുടെ മുകളിൽ ഏർച്ചവാള് വെച്ചിട്ട് അവരോട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു? ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ തലയുടെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചവാള് വെച്ചിട്ട് അവിടുന്ന് രണ്ടായിട്ട് മുറിച്ച് കളയുമായിരുന്നു സ്വഹാബ. അല്ലാഹുവേ, എന്നിട്ട് പ്രവാചകൻ നമ്മളോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര്, അല്ലാഹുവോട് പരാതി പറയുന്നവര്, നാട്ടുകാരോട് ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, അല്ലാഹു ചോദിക്കുകയാ, എടാ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അതങ്ങ് ഓസിന് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു പറയുകയാ, ഫലമ്മാ യതികും മസലുല്ലദീന ഖലവൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു തന്നെ പറയുകയാ, ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം, അവൻ അല്ലാഹു ഭയം കൊടുക്കുകയോ, അവന് പട്ടിണി കൊടുക്കുകയോ, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ, അവൻ അല്ലാഹു രോഗം കൊടുക്കുകയോ, അവന്റെ കച്ചവടം അല്ലാഹു നശിപ്പിക്കുകയോ, എന്തിനവന്റെ മക്കളുടെ മയ്യത്ത് അവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയോ, ഇതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, കുറ്റം പറയില്ലേ, പരാതി പറയില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പരാതി പറയുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കും. തന്റെ മുന്നിൽ വന്ന് പരാതി പറയുന്നവരോട് എന്റെ മുന്നിൽ വന്നിട്ട് രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളെ കുറിച്ച് കടങ്ങളെ കുറിച്ച് ദുഃഖങ്ങളെ കുറിച്ച് പറയുന്നവർക്ക് അല്ലാഹു ഒരു പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂല് ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.